അങ്ങനെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ വില ഫൈനലി പുറത്തു വന്നിരിക്കുകയാണ്. 6.79 lakhs മാരുതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഡ്രൈവ് ചെയ്ത സമയത്ത് പ്രൈസോ കാര്യങ്ങളോ നമുക്ക് അറിയില്ലായിരുന്നു. സോ അത് മീഡിയ ഡ്രൈവിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ലോഞ്ചും കാര്യങ്ങളൊക്കെ പിന്നീടാണ് നടന്നത്. അതുകൊണ്ട് പ്രൈസിൻ്റെയോ വേരിയൻറ്റ് വൈസ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ഡിസയറിൽ എത്ര വേരിയൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ വേരിയൻറ്റ്സിലാണ് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുക, ആൻഡ് ഏത് വേരിയൻ്റാണ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായും സ്വിഫ്റ്റ് ഡിസയർ ലഭിക്കുന്നത് 4 വേരിയൻറ്റ്സിലാണ്: LXi, VXi, ZXi ആൻഡ് ZXi പ്ലസ്. ബേസ് വേരിയൻറ്റ് 6.79 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻഡ് അവസാനിക്കുന്നത് 10.14 lakhs, അതായത് 10,14,000 രൂപയാണ് ടോപ്പ് എൻഡിൻ്റെ വില എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രൈസസ് എന്ന് പറയുന്നത് December 31 വരെയുള്ള വിലകളാണ്. ജനുവരി തൊട്ട് പുതിയൊരു പ്രൈസ് ആയിരിക്കും ഡിസയറിന് ലഭിക്കുക. സോ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വർഷം തന്നെ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. നിലവിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ സെഡാൻ വാഹനം കൂടിയാണ് ഡിസയർ എന്ന് പറയുന്നത്. ഒറ്റ എഞ്ചിൻ ഓപ്ഷനും 3 ഫ്യൂവൽ ഓപ്ഷനുമാണ് നിലവിൽ ലഭിക്കുക. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ലഭിക്കുന്നത്. 82 PHPയും 113 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. മാനുവലിന് 24 കിലോമീറ്റർ മൈലേജും ഓട്ടോമാറ്റിക്കിന് 25 കിലോമീറ്റർ മൈലേജും CNGയിലേക്ക് വരികയാണെങ്കിൽ 33 കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. 7 കളർ ഓപ്ഷനിലും ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിനി വേരിയൻറ്റ് വൈസ് കമ്പാരിസണിലേക്ക് പോകാം. LXi എന്ന് പറയുന്നതാണ് ബേസ് വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് എല്ലാം ആ ഒരു ബേസ് ലെവലിലേക്കുള്ള ഒരു ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അക്രോസ് എല്ലാ വേരിയൻറ്റ്സിലും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗ് പോലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വിൻഡോസിനും പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ AC ആണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിൻഭാഗത്ത് AC വെൻസോ ആംറെസ്റ്റോ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഫ്രണ്ടിലേക്ക് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മിറേഴ്സ് ബ്ലാക്ക് ഔട്ടും ചെയ്തിട്ടുണ്ട്. ബോഡി കളർഡ് ബമ്പേഴ്സ് ആണ് വരുന്നത്. 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് ആണ്. വീൽ കവേഴ്സോ അലോയോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. LED ടെയിൽ ലാമ്പ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ബൂട്ട് ലിപ് സ്പോയിലറും ഷാർപ്പ് ആൻറ്റിനയുമാണ് LXiയിൽ നമുക്ക് ലഭിക്കുക. ആൻഡ് LXiയുടെ വില എന്ന് പറയുന്നത് 6.79 ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. എക്സ്ഷോറൂം വിലയാണ്. ഓൺ റോഡ് വില നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് LXiയിൽ കിട്ടുന്ന ഫീച്ചേഴ്സും ഉണ്ടാകും. കൂടാതെ VXiയിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആൻഡ് USB ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ നമുക്ക് ഇൻസൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ സൈഡ് മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ് വരുന്നത്. റിയർ AC വെൻസ്, വീൽ കവേഴ്സ്, ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിൻഭാഗത്ത് ആംറെസ്റ്റ് വരുന്നുണ്ട്. USB ചാർജിംഗ് പോർട്സും ബൂട്ട് ലാമ്പും സിൽവർ ഡാഷ്ബോർഡ് ആക്സെൻറ്റും പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു LXiയിൽ ലഭിക്കുന്നുണ്ട്. VXiയുടെ വില എന്ന് പറയുന്നത് 7.79 lakh ആണ്. VXiയുടെ മാനുവൽ സ്റ്റാർട്ടിംഗ് എക്സ്ഷോറൂം എന്ന് പറയുന്നത്. ആൻഡ് LXiയും VXiയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ ഡിഫറൻസ് ഈ ഒരു ഫീച്ചേഴ്സിനും ഈ ഒരു വേരിയൻറ്റിനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇനി മൂന്നാമത്തെ വേരിയൻ്റായിട്ടുള്ള ZXiയിലേക്ക് പോവുകയാണെങ്കിൽ VXiയിൽ കിട്ടുന്നതിന് പുറമെ 2 ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. റിയർ ക്യാമറ വരുന്നുണ്ട്. LED റിഫ്ലക്ടർ ഹെഡ്ലാംപ്സും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. വയർലെസ് ഫോൺ ചാർജർ വരുന്നുണ്ട്. ഓട്ടോ ഹെഡ്ലാംപ്സും ഫോളോ മീ ഫംഗ്ഷനും വരുന്നുണ്ട്. കീലെസ് എൻട്രിയും പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പുമാണ് നമുക്ക് ZXi തൊട്ട് ലഭിക്കുന്നത്. എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട്. ഒരു ചെറിയ അലോയ് വീലും പാറ്റേൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് പെയിൻറ്റഡ് അലോയ് വീൽസ് ആണ് ലഭിക്കുന്നത്. LED DRLs വരുന്നുണ്ട്. ക്രോം വിൻഡോ ലൈൻസും അതുപോലെ തന്നെ ഇന്റീരിയറിൽ ഒരു വുഡിൻ്റെ ഒരു എലമെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇനി ZXiയുടെ വില നോക്കുകയാണെങ്കിൽ മാനുവലിൻ്റെ സ്റ്റാർട്ടിംഗ് വില എന്ന് പറയുന്നത് 8.89 lakh ആണ്. അതായത് VXiനെക്കാട്ടിലും 1,10,000 രൂപ കൂടുതലാണ് ZXiയിലേക്ക് വരുമ്പോഴും. അപ്പോൾ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും ഈ ഒരു തേർഡ് വേരിയൻ്റായിട്ടുള്ള ZXiയിൽ ലഭിക്കും. സോ ഇനി നാലാമത്തെ വേരിയൻ്റായിട്ടുള്ള ZXi പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ ZXiക്ക് പുറമെ നമുക്ക് കിട്ടുന്നത് LED ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആർക്കമീസിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റവും കിട്ടുന്നുണ്ട്. ആൻഡ് ക്രൂയിസ് കൺട്രോൾസ്, ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള ഔട്ട്സൈഡ് മിറേഴ്സും ലഭിക്കുന്നുണ്ട്. ഇനി എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ കളർ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അലോയ് വീൽസിന് ഒരു സ്പെഷ്യൽ ഡ്യുവൽ ടോൺ എലമെന്റ്സ് കാണാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗിൽ ലെതർ റാപ്പിംഗ് കിട്ടുന്നുണ്ട്. ആൻഡ് സൺറൂഫ് വരുന്നുണ്ട്. കൂടാതെ ഈ ആംബിയന്റ് ലൈറ്റിങ്ങും ഈ ഒരു ZXi പ്ലസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ZXi പ്ലസിന്റെ വില എന്ന് പറയുന്നത് 9.69 lakh തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ZXi വെച്ച് നോക്കുമ്പോൾ 80,000 രൂപ കൂടുതൽ കൊടുക്കണം ഈ ഒരു ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള ZXi പ്ലസിന്. ആൻഡ് ഇതിലെ വാല്യൂ ഫോർ മണി വേരിയൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ സജഷൻ VXiയും ZXiയുമാണ് ഇതിൻ്റെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വില VXiക്ക് 8.79 ആൻഡ് ZXiക്ക് വരുമ്പോൾ 9.84 ആണ്.
നമുക്ക് വരുന്ന എക്സ്-ഷോറൂം വില എന്ന് പറയുന്നത്. ZXi പ്ലസിലേക്ക് പോകുകയാണെങ്കിൽ സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ് കിട്ടും. VXiയുടെ താഴേക്ക് പോകുകയാണെങ്കിൽ വെറും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ കിട്ടുകയുള്ളൂ. സോ ബെറ്റർ വാല്യൂ ഫോർ മണി നോക്കുകയാണെങ്കിൽ ഈ 2 വേരിയൻസ് ആണ്. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മോഡൽസ് ഇതായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ മാരുതി ഇപ്പോൾ ഒരു കസ്റ്റമൈസേഷൻ ഓഫറും ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് ഈ ഒരു പുതിയ ആക്സസറീസ് കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു VXiക്കോ ZXiക്കോ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിങ്ങൾ ഏതാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ ഏത് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്, ഏതാണ് നിങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന വേരിയൻ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ദി ഓൾ ന്യൂ 2024 മാരുതി സുസുക്കി ഡിസയർ. 4ാമത്തെ ജനറേഷനാണ് മാരുതി സുസുക്കി ഈ ഡിസയറിന് കൊടുത്തിരിക്കുന്നത്. സ്വിഫ്റ്റ് ഈ വർഷം ലോഞ്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ നമുക്കറിയായിരുന്നു ഡിസയറിന് ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ജനറേഷൻ ചേഞ്ച് ലഭിക്കുന്നത്. അത് ഫൈനലി എത്തിയിരിക്കുകയാണ്. സോ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ഹെഡ്ലാമ്പ് ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് DRLs ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഈ DRLs 2 ഹെഡ്ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു DRL എലമെൻറ്റിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ 2 ഭാഗത്തായിട്ട്, അതായത് ഈ 2 മുകളിലും താഴെയുള്ള ഈ ക്രോം എലമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് എലമെൻറ്റ് പിയാനോ എലമെൻറ്റിനുള്ള ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വലിയ മാസീവായിട്ടുള്ള ഒരു ഗ്രിൽ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ ഒരു ക്രോം എലമെൻറ്റിൻ്റെ ഒരു ഇൻസെർട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇത് നോർമൽ വെർഷൻ അല്ല, ഡിസൈറിൻ്റെ തന്നെ ആക്സസറീസ് കിറ്റ് ആഡ് ചെയ്തിട്ടുള്ളൊരു വെർഷനാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് ഇൻസെർട്ട് കാണാനായിട്ട് സാധിക്കുക. നോർമലി ഇവിടെ ഈ ഒരു ഗ്രില്ലിൻ്റെ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ലഭിക്കുക. സോ സൈഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 15 ഇഞ്ച് വലുപ്പമുള്ള പുതിയൊരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളർ പെയിൻറ്റ് സ്കീമും ഈ ഒരു അലോയ് വീലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റി മിററിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറായിട്ടുള്ള സൺറൂഫ്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയൊക്കെ പുതിയ ഡിസൈറിൽ മാരുതി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഇന്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇത് സ്വിഫ്റ്റിലും ബലാനയിലും ഫ്രോങ്സിലും ഒക്കെ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ ആ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ആ ഒരു മാരുതി വാഹനങ്ങളെല്ലാം കാണുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ കപ്പ് ഹോൾഡേഴ്സ്, വയർലെസ് ചാർജിംഗ് പാഡ്, ചാർജിംഗ് പോർട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ചാർജിംഗ് പോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആംറസ്റ്റ് കൊടുത്തിട്ടില്ല. സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, കോൾ അറ്റൻഡ് ചെയ്യാനും കണക്ട് ചെയ്യാൻ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഈ ഒരു സൺബ്ലൈൻഡ് വേഗൻ ആക്സസറീസിൻ്റെ ഭാഗമാണ്. ഈ ഒരു പില്ലോയും ആക്സസറീസിൻ്റെ ഭാഗമാണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറായിട്ടുള്ള സൺ റൂഫും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പനോരമിക് സൺ റൂഫൊന്നുമല്ല, ഒരു നോർമൽ സൺ റൂഫാണ് കൊടുത്തിരിക്കുന്നതും. ഈ ഒരു സെഗ്മെൻറ്റ് കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചറാണ് പുതിയ ഡിസൈറിൽ കൊടുത്തിരിക്കുന്നത്. സോ റിയർ സീറ്റിലേക്ക് വരുവാണെങ്കിലും കംപ്ലീറ്റ്ലി ബേജ് ഇന്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു പില്ലോ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് അക്സസറീസിൻ്റെ ഭാഗമാണ്. പില്ലോയും ഈ ഒരു സൺബ്ലൈൻഡും ഒക്കെ അക്സസറീസിൻ്റെ ഭാഗമാണ്. ആൻഡ് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, 2 ഹെഡ് റെസ്റ്റേ വരുന്നുള്ളൂ. 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ബെൽറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റേ നമുക്ക് വരുന്നുള്ളൂ. ആൻഡ് ബൈക്കിലേക്ക് AC വെൻസും ചാർജിങ് പോർട്സും ലഭിക്കുന്നുണ്ട്. ഈ സീറ്റിന് കൊടുത്തിരിക്കുന്ന ഈ കവർ അക്സസറീസ് ആണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ചെളിയാകാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു അക്സസറി സഹായിക്കും. മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പിൻഭാഗത്തും കംപ്ലീറ്റ്ലി ഡിസൈൻ റീവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ടെയിൽ ലാമ്പ് യൂണിറ്റും നമുക്ക് ലഭിക്കുക. ആൻഡ് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എക്രോസ് വേരിയൻസിൽ ഈ ഒരു സ്പോയിലർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പുതിയൊരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേണിലുള്ള ഒരു ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എഗെയിൻ ഈ ടെയിൽ ലാമ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്രോം എലമെൻറ്റിൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഇൻസെർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും സെൻസേഴ്സ് നമുക്ക് ഈ ഒരു ബൂട്ട് ഡോറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 385 ലിറ്ററിൻ്റെ ഒരു മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. ആൻഡ് ഇതൊരു CNGയിൽ ലഭിക്കുമെന്നാണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ 33 കിലോമീറ്റർ മൈലേജാണ് CNGയിൽ ഓഫർ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 25 കിലോമീറ്റർ മൈലേജും മാനുവലിലേക്ക് വരുമ്പോൾ 24 കിലോമീറ്റർ മൈലേജുമാണ് പുതിയ ഡിസൈറിൽ നമുക്ക് ലഭിക്കുന്നത്.